എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നയൻ ഓഫ് പെൻറ്റക്കിൾസ്, Emperor, Six of Wands, Justice, Seven of Cups, Three of Wands, Eight of Pentacles. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്സ്. നമുക്ക് നോക്കാം, കാർഡ്സിലേക്ക് പോകാം. നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നല്ലൊരു ഫലമാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ സ്വയം പര്യാപ്തമാവുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായിട്ട് ഏൺ ചെയ്ത മണി കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താനുള്ള ഒരു എനർജി ഉണ്ട്. സമ്പൽ സമൃദ്ധിയാണ് കാണുന്നത്. എന്ത് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാലും, മണിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും ഷെയർ മാർക്കറ്റിലോ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് മണിയുടെ ഒരു ഫ്ലോ ഇന്നത്തെ ദിവസമുണ്ട്. മണി ഉപയോഗിച്ച് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. വാഹനം വാങ്ങാനോ വീട് വാങ്ങാനോ അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ ചില ആൾക്കാർ നടത്തുന്നുണ്ടാവും. ചില ആളുകൾക്ക് എന്തെങ്കിലും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം മണിയുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എംപററുടെ എനർജി വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇന്ന് ഒരു സപ്പോർട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്താലും വളരെ സപ്പോർട്ടീവായിട്ടൊരു യൂണിവേഴ്സിൻ്റെ എനർജി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രോജക്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരികയും അതിനെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്ത് കാര്യം ഏറ്റെടുത്താലും ഇന്ന് വിജയത്തിലെത്തിക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജം നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടിയും എന്ത് കാര്യം ചെയ്യാനായിട്ടും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു യോദ്ധാവിൻ്റെ ഒരു ഊർജത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് കാര്യം നിങ്ങൾ ചെയ്യണമെന്നും പ്ലാൻ ചെയ്താലും എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന നിർദ്ദേശം അതനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് പറയുന്നത്. എന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ഇടുന്നതും അത് നടപ്പിലാക്കുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും നിങ്ങൾ എന്താണോ പറയുന്നത് അതിലേക്ക് വരുന്നു. നിങ്ങളുടെ വഴിയിലേക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഒരേ അഭിപ്രായത്തോടെ വന്ന് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഒരു ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു
എല്ലാവരെയും സംതൃപ്തിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാവരും പ്ലാനിങ് വളരെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. 6 ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. ഒരു പരിവർത്തനം സംഭവിക്കുന്നത്, നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാളും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രക്ഷുബ്ധമായ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ വളരെയധികം അലട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. പല പല കോൺഫ്ലിക്റ്റുകൾ ചിലപ്പം നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിലോ ഫാമിലിയിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് പ്ലേസിലോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകളായിരുന്നെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു ചേഞ്ച്, നല്ലൊരു മാറ്റമാണ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ട്രാവലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ മറികടന്ന് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾക്ക് നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിപ്പോയി അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക്, പുതിയൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ള കിട്ടുന്നൊരു പോസിറ്റീവ്നെസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റീവ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ അത് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അതിലും നല്ലൊരു എനർജിയിലേക്ക്, അതിലും നല്ലൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം, അത് എങ്ങനത്തെ മാറ്റമാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം, ഇന്നത്തെ ദിവസം തുടങ്ങി ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം മാറ്റി പുതിയൊരു ആളായിട്ട് കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ പുതിയൊരാളായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കും ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ മാറ്റം, നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാവുന്ന മാറ്റം, അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ടുള്ള ലൈഫിൻ്റെ പോക്കിനെ അത് വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് വൈകാരികമായിട്ട് ഇന്ന് ചില ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടുതലും റിലേഷൻഷിപ്പിലാണ് ഇത് കാണുന്നത്. ഒരു വൈകാരികമായിട്ടുള്ള ഒരു വേദന നിങ്ങൾക്ക് വന്നു ചേരാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊരു കാർമേഘം ഉരുണ്ടുകൂടി മഴ പെയ്തു പോകുന്ന അതേ ഒരു സിറ്റുവേഷനാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. ആ മഴ തോർന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബാഡ് സിറ്റുവേഷനും മാറി നിങ്ങളും ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രോബ്ലം ചില ആളുകൾക്ക് ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കൂടുതലും റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമവും ചെയ്യുക എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിന് വരുന്ന ആൾക്കാർ, അവരെ നിങ്ങൾ ഒന്നെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക, അതായത് ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഈ സിറ്റുവേഷൻ അത് എത്രയും പെട്ടെന്ന് മാറിപ്പോകും എന്നാണ് പറയുന്നത്. അതുപോലെ 7 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. പലരെയും നിങ്ങൾ ചില ഫാൻറ്റസി വേൾഡിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അതായത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മുടെ യാഥാർത്ഥ്യം വേറെയാണ്, പക്ഷേ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരുമുണ്ട്, ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് പല പല പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഒന്നും തെറ്റായ വഴിയിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക.
പ്രലോഭിപ്പിക്കുന്ന കാരണങ്ങൾ എല്ലാത്തിൻ്റെയും പുറകെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഏത് വഴി പോകുന്ന അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ത് കാര്യങ്ങളും പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. അല്ലാതെ ആരുടെങ്കിലും ഒരു വലയത്തിലോ അങ്ങനെയൊന്നും ചെന്ന് വീഴേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചുറ്റിനും പല ആളുകളും പല കാര്യങ്ങളും പറയാനും അഭിപ്രായം പറയാനും ഉണ്ടാവും. അത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. നമുക്കത് കേൾക്കണോണ്ട് കുഴപ്പമില്ല, അഭിപ്രായങ്ങൾ കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ നല്ലത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് തോന്നുന്നത് അതിനകത്ത് മാത്രം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുക. അതായത് നിങ്ങൾ ഈ മിഥ്യാധാരണ വിട്ടിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരാനാണ് പറയുന്നത്. നിങ്ങൾ ഫാന്റസി വേൾഡിൽ നിന്ന് മാറി യാഥാർത്ഥ്യം എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതിൽ നല്ല ചോയ്സ് എടുത്ത് ഏറ്റവും നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. പല ആളുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നാവാം, പലതും എന്താണ് പറയുക, അഡിക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ഒന്ന് കരുതിയിരിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇന്നൊരു നീതി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ നീതിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കും നീതി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആ പോസിറ്റീവ്നെസ് കാണാതിരിക്കുകയോ ആളുകൾക്ക് മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യുന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പം അതൊക്കെ മാറി നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുകയും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും, നിങ്ങളുടെ മേൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം വരുന്നത്. എന്ത് കാര്യത്തിനും ഒരു നീതി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾക്ക് അംഗീകാരം കിട്ടാതിരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന കിട്ടാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് അംഗീകാരവും പരിഗണനയും എല്ലാം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ തഴയപ്പെട്ട ഒരവസ്ഥയായിരുന്നുണ്ടെങ്കിൽ അത് മാറി നിങ്ങൾക്കൊരു പ്രാധാന്യം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് നിങ്ങൾ കുറേ നാളുകളായിട്ട് തേടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കുറേ നാളുകളായി നിങ്ങൾ ചിലപ്പോൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള, അല്ലെ അത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുണ്ടാവാം. ആ ഒരു ആലോചനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കാര്യം നല്ലൊരു കാര്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. നയൻ ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വലരായിട്ട് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും ഒരു മണിയുടെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീസൊക്കെ പുറത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹോബീസ് അതിനെ നിങ്ങൾ ഇന്ന് ബിസിനസ്സാക്കി മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഇന്ന് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ റിവാർഡ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള നാളുകളായിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് അതിന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് കാര്യത്തിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്നതായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ
മണി ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുൻതൂക്കം നൽകുന്നതായിട്ടാണ് കാണുന്നത്. ചില ആൾക്കാർ ഇത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ മുന്നോട്ടുള്ള ഒരു പോക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് പുതിയ വാഹനം വാങ്ങുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചിലപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുകയാണെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി എന്നിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ റീഡിങ്സും കൂടുതൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ്സ് കൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയാണ്. എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം.